ولا تنكحوا ما نكح آباؤكم من النساء إلا ما قد سلف إنه كان فاحشة ومقتا وساء سبيلا حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة. ആയത്ത് 22. വലാ തൻകിഹൂ നിങ്ങൾ വിവാഹം കഴിക്കരുത് മാ നകഹ ആബാഉകും മിനൻ നിസാ സ്ത്രീകളിൽ നിന്നും നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം കഴിച്ചവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഇല്ലാ മാ ഖദ് സലഫ് പക്ഷേ കഴിഞ്ഞുപോയ ഒന്നും കുഴപ്പമില്ല. ഇന്നഹു കാന ഫാഹിഷ അത് മഹാമോശമാണ്. വമഖ്ത വെറുക്കപ്പെട്ട കാര്യവുമാണ്. വസാഅ സബീല മോശം മാർഗവുമാണ്. ഹുരിമത അലൈക്കും നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഉമ്മഹാതുക്കും നിങ്ങളുടെ മാതാക്കൾ, വബനാതുക്കും നിങ്ങളുടെ പെൺമക്കൾ, വഅഖവാതുക്കും നിങ്ങളുടെ സഹോദരിമാർ, വഅമ്മാതുക്കും നിങ്ങളുടെ പിതൃ സഹോദരിമാർ, വഖാലാതുക്കും നിങ്ങളുടെ മാതൃ സഹോദരിമാർ, വബനാതുൽ അഖി സഹോദരൻ്റെ മക്കൾ, വബനാതുൽ ഉഖ്തി സഹോദരിമാരുടെ പെൺമക്കൾ, വഉമ്മഹാതുകുമുല്ലാത്തി അർദഅനകും നിങ്ങൾക്ക് പാല് കുടിപ്പിച്ച നിങ്ങളുടെ മാതാക്കളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വഅഖവാതുകും മിനർ റദാഅ പാൽകുടി ബന്ധത്തിലൂടെയുള്ള നിങ്ങളുടെ സഹോദരിമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ആയത്തിൽ വിവരിക്കുന്നത്. വിവാഹം കഴിക്കുന്ന സമയത്ത് ആ വിവാഹബന്ധം എനിക്ക് അനുവദനീയമായതാണോ അല്ലയോ എന്ന് ആദ്യമായി നോക്കേണ്ടതാണ്. നമ്മുടെ ഇഷ്ടവും തോന്നലും വിചാരവുമല്ല, മറിച്ച് പടച്ചവൻ അനുവദിച്ചതാണോ അനുവദിക്കാത്തതാണോ എന്ന് നോക്കണം. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നിക്കാഹ് നാമ എന്ന പേരിൽ വിവാഹത്തിന് മുമ്പ് വധൂവരന്മാർ ശ്രദ്ധിച്ച് ഇരുവരും സമ്മതിച്ച് സംയുക്തമായി സമ്മതം രേഖപ്പെടുത്തേണ്ട വളരെ ചെറുതെങ്കിലും അങ്ങേയറ്റം ശ്രദ്ധേയമായ ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെ ആദ്യത്തെ നിർദ്ദേശം വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ അനുവദനീയമായ ആളുകളിൽ പെട്ടവരാണോ അല്ലയോ എന്ന് നോക്കണമെന്നാണ്. അനുവദനീയമല്ലാത്തവരെ വിവാഹം കഴിച്ചാൽ വിവാഹബന്ധം ശരിയാകുന്നതല്ല.
ഈ രണ്ട് ആയത്തുകളിലും എന്നല്ല അടുത്ത ആയത്തിൻ്റെ ആദ്യത്തിലും വളരെ വിശദമായി വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളെ പറ്റി പറയുകയാണ്. ഇതിൽ ചില വിവാഹങ്ങൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ മനുഷ്യൻ പടച്ചവനെ അറിയാതെ പടപ്പുകളെയും അറിയാതെ ജീവിച്ചിരുന്ന മൃഗതുല്യമായ എന്നെല്ലാം പൈശാചിക കാലഘട്ടത്തിലും നടപാടിയതായിരുന്നു. ദൗർഭാഗ്യവശാൽ വിവരമുണ്ട്, വിജ്ഞാനമുണ്ട് എന്ന് വാദിക്കുന്ന ആധുനിക കാലഘട്ടത്തിലും ഇതിലും പലതും നടക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. وَلَا تَنكِحُوا مَا نَكَحَ آبَاؤُكُم مِّنَ النِّسَاءِ. നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം കഴിച്ചവർ അങ്ങേയറ്റം ആദരണീയ ആളുകളാണ്. അവരുമായി വൈവാഹിക ബന്ധം അല്ലെങ്കിൽ ലൈംഗികമായ ഇടപാടുകൾ ചിന്തിക്കാൻ പോലും പാടില്ലാത്തതാണ്. അവർ നിങ്ങളുടെ മാതാക്കളല്ല, പിതാവിൻ്റെ മറ്റ് ഭാര്യമാരാണെങ്കിലും നിങ്ങളുടെ സ്വന്തം മാതാക്കളുടെ സ്ഥാനത്താണ്. ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒരു പ്രത്യേക ബന്ധമാണ് അവരുമായിട്ടുണ്ടാകേണ്ടത്. അവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാളിത് അറിഞ്ഞിട്ടും ഇപ്രകാരം വിവാഹം കഴിച്ചതായിട്ട് അറിയാൻ സാധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ അയച്ച് വധിക്കാൻ, എന്നിട്ട് അദ്ദേഹത്തിന് സമ്പത്തെടുത്ത് കൊണ്ടുവരാൻ അയക്കുകയുണ്ടായി. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു കാക്കുമാറാകട്ടെ, ആരെങ്കിലും ഈ നിയമം അറിഞ്ഞതിന് ശേഷം ഇപ്രകാരം പ്രവർത്തിച്ചാൽ ദീനിൽ നിന്ന് പുറത്തു പോകും. എന്നാൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ വല്ലതും നടന്നുപോയി, അത് നടന്നുപോയി. അത് പടച്ചോ നിങ്ങൾക്ക് പുറത്തു തരും. പക്ഷെ ഇന്ന് പാടില്ല. അന്ന് നടത്തിയ ബന്ധം നിലനിർത്താനും പാടില്ല. അതെന്തുകൊണ്ടാണത്? ഇന്നഹു കാന ഫാഹിശതൻ വമഖ്ത സബീല. ഒന്ന്, ഇത് മ്ലേച്ഛമായ കാര്യമാണ്. ചെറിയ ബുദ്ധിയെങ്കിലുമുള്ളവർ മൂക്കിൽ കൈവയ്ക്കുന്ന കാര്യമാണ്. രണ്ട്, കോപത്തിന് കാരണമാണ്. നിങ്ങൾക്കിടയിൽ കോപമുണ്ടാകും, നിങ്ങളെ കാണുന്നവർക്ക് കോപമുണ്ടാകും. മോശമായ വഴിയാണ്. ഇയാൾ അങ്ങനെ പോയാൽ വേറെ കുറേ ആളുകൾ വേറെ രീതിയിൽ പോകാൻ തയ്യാറാകും. വിവാഹത്തിന് കെട്ടും പൂട്ടും നിയമവും നിയന്ത്രണവും ഒന്നും ഉണ്ടാകുന്നതല്ല. ഓരോരുത്തരും വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുന്നു, അവന് തോന്നുന്നവരെ കെട്ടുന്നു, അവന് തോന്നുന്നവരെ എറിയുന്നു. ഇങ്ങനെയുള്ളൊരു തരം കമ്പോള സംസ്കാരത്തിലേക്ക് മനുഷ്യൻ മാറുന്നതാണ്. ഇന്നഹു കാന ഫാഹിശതൻ വമഖ്തൻ വസാഅ സബീല. ഈ അടുത്ത ആയത്ത് സുദീർഘമായ ആയത്താണ്. അതിൽ വിവാഹബന്ധം നിഷിദ്ധമായ വിവിധ വിഭാഗങ്ങളെ പറ്റി പറയുന്നത്. حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ. സാക്കിനായ മീമിന് ശേഷം മാവ് വന്നാൽ മലയാളികൾ സാധാരണ ആ വാവിനെ കൊലപ്പെടുത്താറുണ്ട്. അക്ഷരം നഷ്ടപ്പെട്ടാൽ ആ പാരായണം ശരിയാവുകയില്ല. حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم. നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, നിങ്ങളുടെ മാതാക്കൾ. മാതാക്കൾ എന്നതിൽ സ്വന്തം ഉമ്മ, ഉമ്മയുടെ ഉമ്മ,
ഉമ്മയുടെ ഉമ്മയുടെ ഉമ്മ അതെല്ലാം പെടും. വബനാതുക്കും നിങ്ങളുടെ പെൺമക്കൾ, നിങ്ങളുടെ പെൺമക്കൾ, പെൺമക്കളുടെ മക്കൾ താഴോട്ട്. പിന്നെ നിങ്ങളുടെ ഭാര്യയ്ക്കുണ്ടായി മറ്റൊരാളിൽ കൂടി ഉണ്ടായിരിക്കുന്ന മക്കൾ, അതിനെപ്പറ്റി പിന്നീട് പറയുകയാണ്. വഅഖവാതുക്കും നിങ്ങളുടെ സഹോദരിമാർ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ആദരവിൻ്റെ ബന്ധമാണ്. വൈകാരികതയുടെ ഒരവസ്ഥയും ഇതിലുണ്ടാകാൻ പാടില്ല, ഉണ്ടാകുകയുമില്ല. അള്ളാഹു കാക്കട്ടെ, ഉണ്ടാകുന്നത് മൃഗീയതയുടെ അടയാളമാണ്. ഉമ്മഹാതുക്കും വബനാതുക്കും വഅഖവാതുക്കും വഅമ്മാതുക്കും വഖാലാതുക്കും നിങ്ങളുടെ പിതാവിൻ്റെ സഹോദരിമാർ, കൊച്ചുമ്മ എന്ന് പറയും. വഖാലാത്തുക്ക് നിങ്ങളുടെ മാതാവിൻ്റെ സഹോദരിമാർ, മാമിമാരെന്ന് പറയും. അവരുമായി വൈവാഹിക ബന്ധം പാടില്ല. ഇതൊക്കെ ഒരു പവിത്രമായ ഒരു കൂട്ടം ബന്ധമാണ്. വബനാതുൽ അഖി വബനാതുൽ ഉഖ്ത് നിങ്ങളുടെ സഹോദരൻ്റെ പെൺമക്കളും നിങ്ങളുടെ സഹോദരിയുടെ പെൺമക്കളും നിങ്ങൾക്ക് അനുവദനീയമല്ല. കൂടപ്പിറപ്പുകൾ, അവരുടെ മക്കൾ, അവരെ വൈകാരികമായിട്ട് നോക്കാൻ പാടില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ വിവാഹം കഴിക്കും നിഷിദ്ധമായതുപോലെ അവർ വിവാഹത്തിന് സമ്മത കൊടുക്കലും നിഷിദ്ധമാണ്. ഞാൻ നിഷിദ്ധമായൊരു പെണ്ണിന് വിവാഹാലോചന നടത്തുന്നു, ഉടനെ ആ സ്ത്രീ വിവാഹാലോചന നടത്തുന്ന ആൾക്കെൻ്റെ തെറ്റ്, എനിക്കെന്ത് തെറ്റ്? ഇല്ല, അവരതിന് സമ്മതിക്കാനും പാടില്ല. ഉമ്മഹാതുകുമുല്ലാത്തി അർദഅനകും വഅഖവാതുകും മിനർ റളാഅ നിങ്ങൾക്ക് പാൽ കുടിപ്പിച്ചതായ നിങ്ങളുടെ മാതാക്കൾ. പാൽകുടി ബന്ധം ഇസ്ലാമിൽ അതും വളരെ പവിത്രമായ ബന്ധമാണ്. ഒരു സ്ത്രീയുടെ പാല് ഞാൻ പാലൊന്ന് കുടിക്കാത്ത സമയത്ത് എൻ്റെ ആമാശയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെൻ്റെ മാതാവിൻ്റെ സ്ഥാനത്താണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയത്തിൻ്റെ ഉന്നത അവസ്ഥയിൽ അവരുടെ അരികിലേക്കൊരു വൃദ്ധ കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു അവർക്ക് തങ്ങളുടെ മേൽവസ്ത്രം വിരിച്ചു കൊടുത്ത് ഇരിക്കാൻ പറഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, ഉമ്മ ആരാണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെറുപ്പകാലത്ത് പാല് കൊടുത്ത ഹലീമത്ത് സഅദിയ്യ റളിയല്ലാഹു അൻഹയാണെന്ന് പറഞ്ഞു. വഅഖവാതുകും മിനർ റളാഅ പാൽകുടി ബന്ധത്തിലൂടെയുള്ള നിങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഞാൻ ഹലീമ ബീവിയുടെ പാല് കുടിച്ചിട്ടുണ്ട്. വേറെ ഒരു പെൺകുട്ടി അബ്ദുള്ളയുടെ മകൾ ആമിന എന്നവരുടെ ഒരു മകൾ, അവരും ഹലീമ ബീവിയുടെ പാല് കുടിച്ചെങ്കിൽ എൻ്റെ സഹോദരിയാണവൻ, അവരും എനിക്ക് നിഷിദ്ധമാണ്, എൻ്റെ പെങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള പെങ്ങൾ ഷീമ ബീവിയോട് വളരെ സ്നേഹം കാണിച്ചതായി, തങ്ങളുടെ തോളിൽ കയറി ഒട്ടകത്തിലേക്ക് കയറാൻ പറഞ്ഞതായി വൈകാരിക സംഭവങ്ങൾ വരുന്നുണ്ട്. എന്താണെങ്കിലും ഇവരുമായും ആദരവിൻ്റെ ബന്ധമാണ്, വൈവാഹിക ബന്ധം പാടില്ല. ഒരു സഹാബി വിവാഹം കഴിച്ചു, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിനുശേഷം ഒരു കറുകറുത്തൊരു സ്ത്രീ കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ രണ്ടു പേർക്കും പാല് തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്നുവരെയും എനിക്കതിനെപ്പറ്റി അറിയില്ല, നിങ്ങളിപ്പോൾ ഈ പറയുന്നത് എന്തിനാണ്? അതായത് ആ പറച്ചിലിൽ എന്തോ ഉണ്ടെന്ന് അർത്ഥം. കറുത്ത രൂപം തന്നെ ഒരു വല്ലാത്ത രൂപമാണ്. കറുത്ത പ്രകൃതിപരമായ കറുപ്പല്ല ഉദ്ദേശം. ദുരുദ്ദേശത്തോടു കൂടി വരുന്നവരുടെ മുഖത്തൊരു കറുപ്പ് കാണും. രണ്ടാമതായി, നിങ്ങൾ ഇപ്പോഴാവെന്ന് പറയുന്നത്, നിങ്ങൾ പാൽകുടി ബന്ധമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും പറയേണ്ടതല്ലേ? പക്ഷെ അദ്ദേഹം വാഹനം കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ വഖദ് ഖീൽ, ഈ വിവാഹങ്ങളെ ശരിയാകാനാണ് ഇങ്ങനെയൊന്ന് പറയപ്പെട്ടല്ലോ. അദ്ദേഹം ആ സ്ത്രീയുമായി വിട്ടുപിരിച്ച് വേറെ വിവാഹം കഴിച്ചു. സഹാബാക്കളുമായി
അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എനിക്ക് വിവാഹം കഴിക്കാൻ പാടുണ്ടോ. അതിൽ 3 കൂട്ടം ആളുകളെ പറഞ്ഞു. പിതാവ് വിവാഹം കഴിച്ചവർ, 2 മാതാവ്, അങ്ങനെയുള്ള അടുത്ത കുടുംബക്കാർ, 3 പാൽകുടി ബന്ധത്തിലൂടെയുള്ളവർ. അള്ളാഹു മനസ്സിലാക്കാൻ പോക്കുള്ള മാറ്റി വെക്കുന്നത്.